അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ എച്ച് ഐ വി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ HIV ഉണ്ടായിട്ട് ഒന്ന് ആ സ്ത്രീ അറിയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ വഴി അത് കിട്ടുക, അതൊക്കെ ഒരു പെണ്ണിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗായ്സ്. അപ്പം HIV വന്നിട്ട് മരണത്തോട് കീഴടങ്ങിയ രണ്ടാൾ, ഹസ്ബൻഡ് ഫസ്റ്റ് പോയി, പിന്നെയാണ് വൈഫ് മരണപ്പെടുന്നത്. മരിച്ച് അത്രയേ ആയിട്ടുള്ളൂ, കുറേയൊന്നും ആയിട്ടില്ല, ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഗായ്സ്. അപ്പം ഹസ്ബൻഡ് ആളെ സാധാരണ നല്ലൊരു രീതിയിൽ കല്യാണം കഴിച്ചു. ആൾ അത്ര 2-3 മാസം, ആ ഒരു മാസത്തെ മാത്രമേ അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് റിലേഷൻ ഉണ്ടായിട്ട് വീട്ടിൽ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആൾ പുറത്ത് പോയി വെച്ചാൽ ആൾ പോയിട്ട് അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു കുട്ടി ജനിച്ചിട്ട് 40 ദിവസമായിട്ടില്ല. ആ ഒരു ഗ്യാപ്പിലാണ് കുട്ടിക്ക് കുട്ടീനെ കാണണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൾക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് ആൾ നാട്ടിലേക്ക് വരുന്നത്. മഞ്ഞപ്പിത്തം വന്ന് നാട്ടിലേക്ക് വന്നപ്പം ഗായ്സ്, അങ്ങനെ ആൾ വൈഫും എല്ലാം കൂടി, നമ്മൾ ഹസ്ബൻഡ് വന്നാൽ നമ്മൾ പറയണ്ടല്ലോ. അപ്പം ആൾ വരാണ്ട് വരുമ്പോൾ ആ ഒരു റിലേഷൻ എന്തായിരിക്കുന്നു? ആൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു പെണ്ണ്. അപ്പം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായി, പിന്നെ കുഞ്ഞിനെ കാണാൻ ഹസ്ബൻഡ് വരുന്നു. ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു സന്തോഷം, ആ ഒരു എന്താ പറയുക, കാണാണ്ട് കുറേ ആയിട്ട് കാണുന്ന ആ ഒരു ഹസ്ബൻഡിനെ എന്താ പറയുക ഗൈസ്, അല്ലേ? എനിക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഓളെ ഹസ്ബൻഡ് വന്ന് ചേർന്ന്. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡ് മഞ്ഞപ്പിത്താന്ന് ആൾ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്കപ്പ് ചെയ്യണം, മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലെത്തുന്നത്. അങ്ങനെ ആൾ നാട്ടിൽ വന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ആൾ അറിഞ്ഞിട്ടാണോ, HIV ആണെന്ന് അറിഞ്ഞിട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നറിയില്ല, മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് വൈഫിനോട്. അങ്ങനെ അവർ രണ്ടാളും അവിടെ റിലേഷൻ ഉണ്ടായി. വന്ന ആ ഒരു വൈഫ് ഹസ്ബൻഡും എന്തായാലും മീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും റിലേഷൻ ഉണ്ടായി. 40 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഈ മനുഷ്യൻ വരുമ്പം കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് വന്നത്. അങ്ങനെ ആ വൈഫും ഹസ്ബൻഡും ഇത് കഴിഞ്ഞിട്ടാണ് ഇവർ ഹോസ്പിറ്റലിലോട്ടേക്ക് ഭർത്താവിനെ കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഭാര്യ അറിഞ്ഞു, റിപ്പോർട്ട് വന്നപ്പം ഭാര്യ അറിഞ്ഞു AIDS ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഗൈസ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ നമുക്ക് അറിയുമ്പം നമ്മൾ എന്താ ചെയ്യുക? HIV ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈഫിൻ്റെ അടുക്ക പോയിട്ട് ആ ഒരു കണക്ഷനിൽ വൈഫിനും കൂടി HIV ഗിഫ്റ്റായിട്ട് കൊടുക്കരുത്. കാരണം വെച്ചാൽ HIV വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നിങ്ങളും പോകും. നിങ്ങളെ കയ്യിൽ കുഞ്ഞോ അതോ വളർത്തിയെടുക്കാൻ മക്കളൊക്കെ നിങ്ങൾ ഗിഫ്റ്റായിട്ട് അതും ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം മാത്രം വൈഫിന് കൊടുക്കുക എന്ന് പറഞ്ഞത്, പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ് ഗായ്സ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം 40 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ആ ഒരു സമയത്ത് മഞ്ഞപ്പിത്തവും കൊണ്ടുവന്നിട്ട് ആൾക്ക് രക്ഷപ്പെടാൻ കഴിയാണ്ട് മരണത്തിനോട് കീഴടങ്ങാണ്ട് വന്നു. അതിൻ്റെ ഇടയിൽ അവരുമായിട്ട് റിലേഷൻ ഉണ്ടായി. ആ ഒരു ടൈം കൊണ്ട് വൈഫിന് HIV കൊടുത്തു. അങ്ങനെ ഈ 40 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ 14 വയസ്സ് വരെ നോക്കിയെടുത്തപ്പോഴാണ് തോളിനൊരു കുരു വന്നിട്ട് എന്ത് കളിച്ചിട്ട് മാറുന്നില്ല. അതിനോളം പിന്നെ നടക്കുമ്പം ബാലൻസ് കുറയുന്നുണ്ടായി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നുണ്ടായി. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം വീണപ്പം അടുത്ത വീട്ടിലുള്ള ആൾ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് HIV ഉണ്ടെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. കാരണം ഹസ്ബൻഡ് മരിച്ചത് മഞ്ഞപ്പിത്തം വന്നിട്ടാണെന്ന് മൊത്തം ആൾക്കാർ അറിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സംഭവം ഉള്ളിലുണ്ടായത് വൈഫിന് അങ്ങനെ അറിയുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഭാര്യ വേറെ ഒരു മനുഷ്യനെയും പ്രപ്പോസൽ വന്നപ്പം കല്യാണത്തിന് ഒറ്റയ്ക്ക് പോയിട്ടില്ല. ചിലപ്പം ഇത് വൈഫിന് അറിയായിരിക്കും, ഞങ്ങൾ കോൺടാക്റ്റ് ആയിനല്ലോ, അവർക്ക് രണ്ടാൾക്കും അറിയാമല്ലോ, അവർ കോൺടാക്റ്റ് ആയിനല്ലോ, അപ്പോൾ അവർക്ക് ഉണ്ടാകും എന്നുള്ള പേടിയിലായിരിക്കും ആൾ ഒരു മാരേജിലോട്ടേക്ക് എന്ത് കളിച്ചിട്ടും ഇറങ്ങിയിട്ടില്ല. അത് ഈ കാരണം കൊണ്ടായിരിക്കും ഗൈസ്. ഇവർ റിലേഷൻ ഉണ്ടായത് ഇവർക്കറിയാം, ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. അപ്പം മോളെ റെഡിയായിട്ട് വളർത്തിയെടുത്തപ്പോഴാണ് ഗൈസ് അവർ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ലെവലിലായപ്പോഴായിരിക്കാം നമ്മളെന്തായാലും ഹസ്ബൻഡിനെ അറിയാൻ എന്തായാലും മരിക്കുന്നു, പിന്നെ അത് വൈഫിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തി ആളാക്കണം. അതെല്ലാം ശരിക്കും ആലോചിക്കണം. നിങ്ങളിത് ഒട്ടും പിടിച്ചു നിൽക്കാണ്ട് അങ്ങനെയൊക്കെ ഒരു വൈഫിനടുക്കെ അവർക്കും കൂടി ആവുന്ന അറിഞ്ഞിട്ടും അങ്ങനെ ഒരു കണക്ഷൻ ചെയ്യുക പറയുന്നത് വലിയ തെറ്റ് തന്നെയാണ് ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പോകാണ്ട് നിൽക്കുക. ചിലവർ ഹസ്ബൻഡ് പറയില്ല, വൈഫിനോട് പറയില്ല. അങ്ങനെ ആൾക്കാരുണ്ട് ഗൈസ്. അല്ലാണ്ട് പറഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്നും നോക്കിയിട്ടില്ല, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് ആൾക്കും വന്നു. അതൊരു കല്യാണത്തിന് എത്ര കളിച്ചിട്ടും കഴിപ്പിക്കാവുന്ന വിധത്തിൽ ഒരുപാട് നോക്കിയിട്ടും ഈ ഒരു സ്ത്രീ കഴിച്ചിട്ടില്ല. ഇതിൻ്റെ പേര് തന്നെ ആയിരിക്കാം ഗൈസ്, അത്രയും സുന്ദരിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരുപാട് ആലോചിക്കണം.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കൊടുക്കേണ്ട ഗൈസ്. എന്തിനാ? എന്തെങ്കിലും ഒരു നന്മ അവസാനെങ്കിലും ചെയ്യണ്ടേ? അതൊരു നന്മയായിട്ട് കാണണം. നമ്മളെ വൈഫിനെ കൊടുക്കൂല എന്നുള്ളതൊരു നല്ല കാര്യമായിട്ടെങ്കിലും നമ്മൾ കണ്ടിട്ട് അതൊന്നും ചെയ്യാൻ പോകാണ്ട് നിൽക്കണം. അപ്പം നാട്ടുകാരൊക്കെ അറിയുന്നത് ഇയാൾക്ക്, ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒക്കെ എയ്ഡ്സൊക്കെ ഉണ്ടായിന്, അപ്പോൾ ആളെ ഹസ്ബൻഡ് വഴി കിട്ടിയതാണ്, അത്രയും നല്ല സ്ത്രീയാണ്, ഇതിങ്ങനെ പറ്റി ഹസ്ബൻഡിന് എയ്ഡ്സ് ആണെന്ന് ആ ഒരു സമയത്ത് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവിനൊക്കെ അറിയായിരുന്നു. ബാക്കി പരസ്യമായിട്ട് അങ്ങനെ ഇതൊന്നും അങ്ങനെ പരസ്യമാക്കില്ലല്ലോ. റിസൾട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു അസുഖമൊക്കെ പിടിച്ചില്ലെങ്കിൽ, എയ്ഡ്സൊക്കെ പിടിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ആ അസുഖം തിരിച്ചറിഞ്ഞ പോലെ തന്നെ നിങ്ങൾ മനുഷ്യരെയും തിരിച്ചറിഞ്ഞ് സ്വന്തം വൈഫിനെയും അങ്ങേയറ്റം മനസ്സിലാക്കിയിട്ട് വേണം വൈഫിന് കൊടുക്കുന്ന ആ ഒരു രീതിക്ക് പോവാണ്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.